ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററായ സെക്കൻഡ് ചാപ്റ്ററായ അഗ്രികൾച്ചർ ഇൻകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ശരിക്കും സെക്ഷൻ 10 പ്രകാരം അഗ്രികൾച്ചർ ഇൻകം ഈസ് എ ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം. മീൻസ് അഗ്രികൾച്ചർ ഇൻകം ഒരിക്കലും ടാക്സിബിൾ അല്ല. മീൻസ് നമ്മൾ ടാക്സ് കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അത് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകമാണ്. എന്നാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ അതിനെ എക്സംപ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അതിൻ്റെ ഫുൾ അതോറിറ്റീസാണ് ഉള്ളത്. അത് കാരണം കൊണ്ട് ഒരു SSC അയാൾ ബിസിനസ് ഇൻകമും അഗ്രികൾച്ചർ ഇൻകം രണ്ട് തരത്തിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായെങ്കിലും അഗ്രികൾച്ചർ ഇൻകം എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്കുള്ള ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഗ്രികൾച്ചർ ഇൻകം എന്ന ചാപ്റ്റർ വിശദമായിട്ട് പഠിക്കുന്നത്. Okay, so let's go to the chapter. അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്, സെക്ഷൻ 2 സബ്സെക്ഷൻ 1A പ്രകാരമാണ് ഇതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് എന്നുള്ള ഡെഫിനേഷൻ അല്ല, പക്ഷെ എന്തൊക്കെ ആയിരിക്കണം അഗ്രികൾച്ചർ ഇൻകം എന്നുള്ളതാണ് ഇതിൽ ഈ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അഗ്രികൾച്ചർ ഇൻകം ആയിരിക്കണം? എനി റെന്റ് ഓർ റവന്യൂ ഡെറൈവ്ഡ് ഫ്രം ദ ലാൻഡ് ദറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. എന്തെങ്കിലും ഒരു ലാൻഡോ റെന്റ് റവന്യൂ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ലാൻഡിൽ നിന്ന്, ആ ലാൻഡ് എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിലും ഉണ്ടായിരിക്കണം. അത് അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിച്ച ഒരു ലാൻഡ് ആയിരിക്കണം. അപ്പോൾ തിരിച്ച് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച ഇന്ത്യയിലുള്ള ഏതെങ്കിലും ലാൻഡിൽ നിന്ന് നമുക്ക് റെന്റ് അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചർ ഓർ any purpose ordinarily employed by a cultivator or receiver of rent in kind to make the produce fit to be taken to the market, or the sale by a cultivator or receiver of rent in kind or of the produce in the respect of which no processes has been performed other than the process of nature described in the above paragraph. സോ ഈ മൂന്ന് കാര്യങ്ങൾ A, B and C ആണ് പറയുന്നത്. എന്തെങ്കിലും ഇൻകം ലാൻഡിൽ നിന്ന് ഡെറൈവ് ചെയ്ത ഇൻകം ആയിരിക്കണം. അത് എങ്ങനത്തെ ഇൻകം ഒക്കെ ആയിരിക്കണം? അഗ്രികൾച്ചറിലൂടെ ഡെറൈവ് ചെയ്ത ഇൻകം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആ കൾട്ടിവേറ്റർ മീൻസ് ആ അഗ്രികൾച്ചർ ലാൻഡിൽ വർക്ക് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആ അഗ്രികൾച്ചറൽ ലാൻഡിൽ ഗ്രോ ചെയ്യുന്ന ആളിനെയാണ് കൾട്ടിവേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൾട്ടിവേറ്റർ എന്തെങ്കിലും അയാളുടെ ഓർഡിനറിലി പ്രോസസ്സ് ചെയ്യുക, മീൻസ് എന്തെങ്കിലും ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വൃത്തിയാക്കുക, കഴുകുക, അങ്ങനെ എന്തെങ്കിലും ഓർഡിനറിലി പ്രോസസ്സിലൂടെ അത് അയാൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ തരത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊഡ്യൂസുകളിനെ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നമ്മൾ അഗ്രികൾച്ചർ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ പറയുന്നത് സെയിം, ആ കൾട്ടിവേറ്റർ എന്ത് ചെയ്യുന്നു? ആ സെയിൽ പ്രൊസീഡ്സ്, അതിൽ നിന്ന് കിട്ടുന്ന സെയില്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ഒരു എന്തെങ്കിലും ഓർഡിനറി പ്രോസസ്സ് എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകം ആവണം. ഇവിടെ ആ എന്താ പറയുക, പ്രൊഡ്യൂസിനെ, ആ അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് ഉണ്ടായ പ്രൊഡ്യൂസിനെ സെയിൽ ചെയ്തിട്ട് ആ കൾട്ടിവേറ്റർ എന്തെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിസീവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റെന്റ് ഇൻ കൈൻഡ് ആയിക്കോട്ടെ, മീൻസ് ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഒരു വീതം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വരുമാനവും നമ്മൾ എന്ത് പറയും? അത് അഗ്രികൾച്ചർ ഇൻകം ആണ് എന്ന് പറയും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? തേർഡ് വൺ, എനി ഇൻകം ഡെറൈവ് ഫ്രം ദ ഫാം ഹൗസ്. നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡിൽ എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റെന്റോ വരുമാനോ, റെന്റായിട്ടാണ് ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക വരുമാനം ഒരു SSCക്ക്. അപ്പോൾ അങ്ങനത്തെ റെന്റ് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്നാണ് സെക്ഷൻ 2(1)A പ്രകാരം പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്രൈറ്റീരിയ ടു
determine the agricultural income. So agricultural income മൊത്തത്തിൽ ഡിറ്റർമൈൻ ആവണമെങ്കിൽ നമ്മൾ 3 കാര്യം നിർബന്ധമായിട്ടും വേണം. ഈ 3 ക്രൈറ്റീരിയ എന്താണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ അതെന്താവുന്നുള്ളൂ, അഗ്രികൾച്ചറൽ ഇൻകം ആവുന്നുള്ളൂ. എന്തൊക്കെയാണ് 3 ക്രൈറ്റീരിയ? ഇൻകം റിസീവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ലാൻഡിൽ നിന്ന് കിട്ടിയ ഇൻകം ആയിരിക്കണം, അത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. ആ ലാൻഡ് എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നത് ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. ഇന്ത്യയിലുള്ള ലാൻഡിൽ നിന്ന് ഇൻകം മാത്രം കിട്ടിയാൽ പോരാ, അത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ, ലാൻഡ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ലാൻഡ് ഇന്ത്യയിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ലാൻഡിൽ നിന്ന് കിട്ടിയ വരുമാനം ആയിരിക്കണം അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവണം ആ ലാൻഡ്. പിന്നെ ആ ലാൻഡ് ഇന്ത്യയിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അഗ്രികൾച്ചർ ഇൻകം ആണോ എന്ന് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു SSC ഫുള്ളായിട്ട് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ആവുന്നില്ല. മാക്സിമം കേസസിൽ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കൂടെ ബിസിനസ് ഇൻകമും കൂടി ഉണ്ടായിരിക്കും. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ബിസിനസ് ഇൻകത്തിന് സെഗ്രിഗേറ്റ് ചെയ്ത് അതിന് മാത്രമേ ടാക്സ് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നോക്കുന്ന ഒരു റൂളാണിത്. ബിസിനസ് അതർ ദാൻ ടീ. ഓക്കെ, ടീ അല്ലാത്ത ബിസിനസ്സുകൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ലൈക്ക് കോട്ടൺ, ടൊബാക്കോ, ഷുഗർ കെയിൻ എക്സെട്ര. കോട്ടൺ, ടൊബാക്കോ, ഷുഗർ കെയിൻ ഇങ്ങനത്തെ കേസസിൽ ഇത് വെറും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാത്രമല്ല, ഇത് മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ ഷുഗർ കെയിന് വെറും ഷുഗർ കെയിൻ ആയിട്ടല്ല എത്തുക, ഷുഗർ കെയിന് ഷുഗർ ആയിട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. അങ്ങനത്തെ ബിസിനസ് ടൊബാക്കോ ലീവ്സ് ആയിട്ടല്ല, സിഗരറ്റ് അല്ലെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സ് ആയിട്ടായിരിക്കും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ടാവുക. കോട്ടൺ മാത്രമായിട്ടല്ല, ത്രെഡറിൻ്റെ രൂപത്തിലും ക്ലോത്തിങ്ങിൻ്റെ രൂപത്തിലും ആയിരിക്കും മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ടാവുക. അങ്ങനത്തെ ബിസിനസ് വരുമ്പോൾ സ്വന്തമായിട്ട് ഗ്രോ ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യുന്ന കേസസിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ടാക്സ് ബിസിനസ് ഇൻകം എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് Here the market value of the agricultural produce raised by the SSC for utilizing it as raw material for his business will be deducted out of the total profit of such SSC while calculating tax on his income. So എന്താ പറയണെന്ന് വെച്ചാൽ, ആ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് ഇൻകം ജനറേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അയാളുടെ മാർക്കറ്റ് വാല്യൂ, ആ റോ മെറ്റീരിയൽ, അയാൾ ഉപയോഗിച്ച റോ മെറ്റീരിയൽ, സ്വന്തമായിട്ട് ഗ്രോ ചെയ്ത റോ മെറ്റീരിയൽ, സപ്പോസ് കോട്ടൺ ആയിക്കോട്ടെ, ടൊബാക്കോ ആയിക്കോട്ടെ, ഷുഗർ കെയിൻ ആയിക്കോട്ടെ, ഈ പറയുന്ന റോ മെറ്റീരിയൽസിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇത്രയാണോ അയാളുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് അതിനെ ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് അയാളുടെ ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത് എന്നാണ് റൂള്. സെക്കൻഡ് റൂൾ, പ്രോഫിറ്റ് ഫ്രം ടീ മാനുഫാക്ചറിങ്. ടീ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സിൽ സ്വന്തമായിട്ട് ടീ ലീവ്സ് ഗ്രോ ചെയ്തിട്ട് ടീ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബിസിനസ് കൺസേൺ ആണെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുക? അവരുടെ ടീ ലീവ്സ് സ്വന്തമായിട്ട് ഗ്രോ ചെയ്ത് ടീ മാനുഫാക്ചറിങ് ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന SSC എങ്കിൽ അയാൾക്ക് നമ്മൾ 60% അയാളുടെ എന്ത് ചെയ്യും? 60% അയാളുടെ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി 40%ൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ടാക്സ് ചാർജ് ചെയ്യുള്ളൂ. ബാക്കി 40%ൻ്റെ മുകളിൽ മാത്രമേ ടാക്സ് ചാർജ് ചെയ്യുള്ളൂ. സോ 60% അയാളുടെ അഗ്രികൾച്ചറൽ ഇൻകമും 40% വിൽ ബി ഹിസ് ബിസിനസ് ഇൻകം. നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻകം ഫ്രം മാനുഫാക്ചറിങ് സെൻട്രിഫ്യൂജ് ലാറ്റക്സ് ഓർ സെനെക്സ്. ലാറ്റക്സ് ആൻഡ് സെനെക്സ് പറയുന്നത് റബ്ബർ ഇൻഡസ്ട്രീനെയാണ്. റബ്ബറിൽ നിന്ന് ബാഗ്, ചെരുപ്പ് ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ, സ്വന്തമായിട്ട് തോട്ടമുണ്ട്, അതിൽ നിന്ന് റബ്ബർ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഷീറ്റാക്കി അതിനെ പിന്നെ ബാഗ്, ചെരുപ്പ് ഈ ഭാഗ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റിലേക്ക് വിൽക്കുന്നതെങ്കിൽ, സ്വന്തമായിട്ട് റോ മെറ്റീരിയലായിട്ട് സ്വന്തം ലാൻഡിലുണ്ടായ റബ്ബറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മാനുഫാക്ചറിങ് കമ്പനീസിന് എങ്ങനെയായിരിക്കും? 65% of their income will be treated as agriculture income and the rest of 35% will be treated as business income. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കുള്ള നിയമം റബ്ബർ മാനുഫാക്ചറിങ് ആണെങ്കിൽ, കൺസേൺ ആണെങ്കിൽ
അവർക്ക് വേണ്ടിയിട്ടുള്ള റൂളാണ്. അവരുടെ 65% നമ്മൾ എക്സംപ്റ്റ് ചെയ്യും അഗ്രികൾച്ചർ ഇൻകം ആയിട്ട്. ബാക്കി 35% മുകളിലാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത്. സോ ടീൻ്റെ 60-40 ആയിരിക്കും, ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബറിൻ്റെ 65-35 ആയിരിക്കും. അടുത്തത് ഇൻകം ഫ്രം കോഫി മാനുഫാക്ചറിങ്. കോഫി മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ, ടീ പോലെ തന്നെ കോഫി മാനുഫാക്ചറിങ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ, ഓക്കെ, സിമ്പിൾ കോഫി മാനുഫാക്ചറിങ് മീൻസ് കോഫി സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത് അതിനെ വൃത്തിയാക്കിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാ വെച്ചാൽ 75% വിൽ ബി ദ അഗ്രികൾച്ചർ ഇൻകം ആൻഡ് 25% വിൽ ബി ദ നോൺ അഗ്രികൾച്ചർ ഇൻകം. അപ്പോൾ നോൺ അഗ്രികൾച്ചർ ഇൻകം 25% ആയ കാരണം ആ 25%ന്റെ മുകളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ടാക്സ് ചാർജ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വൺ സെയിം അത് തന്നെയാണ്. കോഫിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി വ്യത്യാസം എന്താ വെച്ചാൽ വെറും കോഫി ഗ്രോ ചെയ്യുക, ക്യൂർ ചെയ്യുക മാത്രമല്ല, അതിനെ വറുക്കുകയോ ഗ്രൈൻഡ് ചെയ്യുക, വറുക്കലും ഗ്രൈൻഡ് ചെയ്യുക, അങ്ങനത്തെ പ്രോസസ്സ് എന്തെങ്കിലും എക്സ്ട്രാ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ 60% മാത്രമേ അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ബാക്കി 40%ന്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, സോ ദിസ് ഇസ് ദ റൂൾ. കോഫിക്ക് വേണ്ടിയിട്ട് 2 പെർസെൻറ്റേജസ് ആണ് പറയുന്നത്. സിംപ്ലി ഗ്രോ ചെയ്തിട്ട് കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ 75-25, അതിന് വറുക്കുകയോ പൊടിക്കുകയോ എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 60% മാത്രമേ ഒഴിവാക്കിയിട്ട് ബാക്കി 40%ന്റെ മുകളിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇത്ര റൂൾസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വൺ പറയുന്നത് അസസ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം ആണ്. അസസ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം എങ്ങനെയാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്? As agriculture income is totally exempted from income tax. However, the agriculture income is integrated with the non-agriculture income in certain cases of SSC. Agriculture income fully exempted ആണ്, ഇൻകം ടാക്സിൽ നിന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ആണെങ്കിലും നമ്മൾ ചില കേസസിൽ അഗ്രികൾച്ചർ ഇൻകത്തിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും, നോൺ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുക മീൻസ് ആഡ് ചെയ്യുക, നോൺ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദ ഇൻറ്റഗ്രേഷൻ ഈസ് ഡൺ വെർ ദ SSC ഹാസ് ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ ഇൻകം. എപ്പോഴാണ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുന്നത്? എപ്പോൾ SSCക്ക് അഗ്രികൾച്ചർ ഇൻകമും നോൺ അഗ്രികൾച്ചർ ഇൻകമും ഉള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ നടത്തുന്നത്. For the assessment of agriculture income, both agriculture and non-agriculture income of the SSC is determined as per the various rules prescribed by the Income Tax Act. So, എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇൻകം ടാക്സിന്റെ നിയമപ്രകാരമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒരു SSCക്ക് 2 തരത്തിലുള്ള ഇൻകം, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ ഇൻകം പ്ലസ് ബിസിനസ് ഇൻകം, 2 ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സിന്റെ റൂൾസ് പ്രകാരം ആയിരിക്കണം. So next ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻകം. കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻകം പറയുന്നത് അഗ്രികൾച്ചർ ഇൻകം ഏതൊക്കെ ഹെഡ്സ്, അഗ്രികൾച്ചർ ഇൻകം ഏത് ഹെഡിലാണ് ഇടേണ്ടതെന്നുള്ളത് ഇതുവരെയ്ക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ജനറേറ്റ് ആവുന്ന രൂപം വേറെ വേറെ തരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പല ഹെഡിൽ ഇടേണ്ടി വരും. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഏത് ഹെഡിൽ ഇടണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയുന്നത്, ഈ സ്ലൈഡിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? എന്തെങ്കിലും റെന്റോ റവന്യൂ ആയിട്ടാണ് നമുക്ക് അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെങ്കിൽ അത് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. നമുക്ക് എല്ലാവർക്കും അറിയാം 5 ഹെഡാണ് നമുക്ക് ഇൻകത്തിൻ്റെ ഉള്ളത്. ഒന്ന് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഈ പറയുന്ന 5 ഹെഡിൽ ഏതിലിടണം എന്ന് ചോദിച്ചാൽ റെന്റ് അല്ലെങ്കിൽ റവന്യൂവിൻ്റെ രൂപത്തിൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഇടണം എന്നാണ് റൂള്. Second one, any income derived from the agriculture house property. Agriculture house property യിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെങ്കിൽ, house property means it is saying about farm house അല്ലെങ്കിൽ building, agricultural buildingനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കേണ്ടത് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് കാണിക്കേണ്ടത്. അടുത്തത് പറയുന്നത് എന്തെങ്കിലും ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മെഷീനറി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തിയിട്ട്
ആ പ്രൊഡ്യൂസിനെ, ആ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഓപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കേണ്ടത് അണ്ടർ ദ ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് കാണിക്കേണ്ടത്. അടുത്തത് പറയുന്നത്, ഫോർത്ത് റൂൾ പറയുന്നത്, ലോസ് എന്തെങ്കിലും അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് അഗ്രികൾച്ചർ ഗെയിൻസിൽ വെച്ചിട്ടാണ്. അഗ്രികൾച്ചർ ഗെയിൻസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ പറയണത്, എനി സം പേയബിൾ ടു ഗവൺമെന്റ് ഇൻ ദ ഫോം ഓഫ് ടാക്സ് ചാർജ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ അഗ്രികൾച്ചർ വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ എന്തെങ്കിലും എമൗണ്ട് ടാക്സ് പേയബിൾ, ഗവൺമെന്റിന് എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ഇൻകത്തിന്റെ മുകളിൽ എന്തെങ്കിലും ടാക്സ്, അഗ്രികൾച്ചറിന്റെ മുകളിൽ എന്തെങ്കിലും ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു SC, അതിനെ അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും പറഞ്ഞു, ഒരു SSCക്ക് 2 തരത്തിലുള്ള ഇൻകം, അഗ്രികൾച്ചർ ഇൻകം പ്ലസ് ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഇത് 4 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, 4 സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 സ്റ്റെപ്പ് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ്, നെറ്റ് അഗ്രികൾച്ചർ ഇൻകം ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് നോൺ അഗ്രികൾച്ചർ ഇൻകം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അഗ്രികൾച്ചർ ഇൻകത്തിന് നോൺ അഗ്രികൾച്ചർ ഇൻകത്തിനായിട്ട് ആഡ് ചെയ്ത് കാണിക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദിസ് അഗ്രിഗേറ്റഡ് ഇൻകം അറ്റ് ദ റേറ്റ്സ് പ്രിവെയിലിംഗ് ഈച്ച് അസസ്മെന്റ് ഇയർ. എല്ലാ അസസ്മെന്റ് ഇയറിലും നമുക്ക് ടാക്സ് സ്ലാബ് ഉണ്ടായിരിക്കും. ആ ടാക്സ് സ്ലാബ് പ്രകാരം ആ കിട്ടിയ ഇൻകം പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻകം പ്ലസ് ബിസിനസ് ഇൻകം, ഒരു ഇൻകം കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് സ്ലാബ് പ്രകാരം, ആ പറയുന്ന അസസ്മെന്റ് ഇയറിൽ ഉള്ള ടാക്സ് സ്ലാബ് പ്രകാരം ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് അതാണ്. തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പറയുന്ന SSC ആരാണോ, വെദർ HUF, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫേം അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിക്കോട്ടെ, AOP ആയിക്കോട്ടെ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, എങ്ങനത്തെ SSC ആയിക്കോട്ടെ, ആ പറയുന്ന SSCയുടെ എക്സെംഷൻ ലിമിറ്റ് എത്രയാണോ, എക്സെംഷൻ ലിമിറ്റ് പറഞ്ഞാൽ ടാക്സ് പേ ചെയ്യാൻ പാടാത്ത ലിമിറ്റ് എത്രയാണോ, ആ ലിമിറ്റിൽ വെച്ചിട്ട്, ആ ലിമിറ്റിന്റെ കൂടെ നമ്മൾ അഗ്രികൾച്ചർ ഇൻകത്തിനെ ആഡ് ചെയ്യണം. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണ്? എക്സെംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചർ ഇൻകം. സോ തേർഡ് സ്റ്റെപ്പ് എന്താണ്? എക്സെംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചർ ഇൻകം. അപ്പോൾ ഒരു ടോട്ടൽ ഇൻകം കിട്ടുന്നുണ്ടാവും. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സെംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചർ ഇൻകം. അപ്പോൾ നമുക്കൊരു ടോട്ടൽ ഇൻകം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടാക്സ് സ്ലാബ് പ്രകാരം എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഇൻകം ടാക്സ് സെയിം സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്ത പോലെ തന്നെ ടാക്സ് സ്ലാബ് പ്രകാരം, അസസ്മെന്റ് ഇയറിൽ വരുന്ന ടാക്സ് സ്ലാബ് പ്രകാരം ആ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 2 ടാക്സ് ആണ് കിട്ടുക. ടാക്സ് നമ്പർ 1 കിട്ടും ആൻഡ് ടാക്സ് നമ്പർ 2 കിട്ടും. തേർഡ് സ്റ്റെപ്പിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ ഒരു ടാക്സ് നമ്പർ 1 കിട്ടും ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ ടാക്സ് നമ്പർ 2 കിട്ടും. അപ്പോൾ അങ്ങനെ 2 ടാക്സ് കിട്ടുമ്പോൾ ആ 2ന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ ടാക്സും തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ ടാക്സും തമ്മിൽ ഡിഫറൻസ് ആണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ആ SSC ഗവൺമെന്റിന് പേ ചെയ്യേണ്ടി വരിക. ദാറ്റ് വിൽ ബി ദ ടാക്സ് ഓൺ ദ ബിസിനസ് ഇൻകം. ഓക്കെ, അതായിരിക്കും അയാളുടെ ബിസിനസ് ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടാക്സ് നമ്പർ 1 മൈനസ് ടാക്സ് നമ്പർ 2 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ടാക്സ് ലയബിലിറ്റി അയാളുടെ ബിസിനസ് ഇൻകത്തിന്റെ മുകളിലുള്ള ടാക്സ് ലയബിലിറ്റി കിട്ടുന്നതായിരിക്കും. ഇതാണ് മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് നോട്ടായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്താണ്? അഗ്രികൾച്ചർ ഇൻകം ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് നോൺ അഗ്രികൾച്ചർ ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ HUF, AOP, AJP മീൻസ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഹൂസ് ടോട്ടൽ അഗ്രികൾച്ചർ ഇൻകം എക്സീഡ്സ് ₹5,000. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് നോട്ടാണ് ഇത്. നമ്മൾ അഗ്രികൾച്ചർ ഇൻകമും നോൺ അഗ്രികൾച്ചർ ഇൻകമും ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. അഗ്രികൾച്ചർ ഇൻകം പ്ലസ് ബിസിനസ് ഇൻകം ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യും. പക്ഷേ ഈ അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം? അഗ്രികൾച്ചർ ഇൻകം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 5,000.
മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ₹5,000 എന്നാൽ മാത്രമേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് വൺ, അറ്റ് പ്രസന്റ് ദ ടാക്സബിൾ ലിമിറ്റ് ഓഫ് നോൺ അഗ്രികൾച്ചർ ഇൻകം ഈസ് അബവ് ₹2,50,000. നമുക്കറിയാം ടാക്സബിൾ ലിമിറ്റ് പറയുന്നത് എക്സംഷൻ ലിമിറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000 ആണ്. ഫോർ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓഫ് 60 to 80 years taxable limit is above 3 lakh and for the 80 years and above taxable limit is 5 lakh. അപ്പോൾ നമ്മൾ എക്സംഷൻ ലിമിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് തന്നിരിക്കുന്നത്. ഇൻഡിവിജ്വലിന്റെ ഇപ്പോഴത്തെ ബിലോ 60 years ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാളുടെ എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 2,50,000 ആണ്. ഇപ്പോൾ 60 to 80 years വരയ്ക്കുള്ള ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾക്കുള്ള എക്സംഷൻ ലിമിറ്റ് 3 lakh വരയ്ക്കാണ്. അബവ് 80 years ആയ ഒരു SSC ആണെങ്കിൽ അയാൾക്കുള്ള എക്സംഷൻ ലിമിറ്റ് 5 lakh ആണ് എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. സോ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ നമ്മുടെ SSCയുടെ എക്സംഷൻ ലിമിറ്റ് എത്രയാണോ അതാണ് ആഡ് ചെയ്യേണ്ടത്. 2,50,000 ആണോ, 3 lakh ആണോ, 5 lakh ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ പറയുന്നത്, നെക്സ്റ്റ് നോട്ട് എന്താണ്? ടാക്സ് റിബേറ്റ് അപ് ടു 12,500 to the SSC whose net taxable income is less than 5 lakh. സോ നമുക്ക് ടാക്സ് റിബേറ്റ് കൊടുക്കണം. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ലാസ്റ്റിൽ ടാക്സ് റിബേറ്റും പ്രൊവൈഡ് ചെയ്യണം ആ SSCക്ക്. ടാക്സ് റിബേറ്റ് എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുക? ഇഫ് അയാളുടെ ടോട്ടൽ ഇൻകം, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ട ടോട്ടൽ ഇൻകം അയാളുടെ 5 lakh കുറവാണെങ്കിൽ, 5 lakh കുറവാണെങ്കിൽ നമുക്ക് 12,500 വരയ്ക്ക് ടാക്സ് റിബേറ്റ് കൊടുക്കാം. 12,500 വരയ്ക്ക് ടാക്സ് റിബേറ്റ് കൊടുക്കാം എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.